പാർലമെൻറ്റിൽ പല അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് കിരൺ റിജിജു പാർലമെൻറ്റിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധിയുടെ ക്യാബിനിലേക്ക് പോയി അദ്ദേഹത്തെ കണ്ടു എന്ന വിവരം. ഇന്നലെയായിരുന്നു ആ കൂടിക്കാഴ്ച. മിനിഞ്ഞാന്നും കണ്ടിരുന്നു. അതാണ് രസം. 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ച്. ഇന്നലത്തെ കൂടിക്കാഴ്ച 50 മിനിറ്റ് നീണ്ടു നിന്നു. അതിൽ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിവരം സാധാരണഗതിയിൽ ആരും അറിയില്ല. പാർലമെൻറ്റിനുള്ളിൽ ഒരു ഓഫീസിൽ നിന്ന് വേറെ ആളുടെ ഓഫീസിലേക്ക് ഒരു മന്ത്രി പോകുക എന്ന് പറഞ്ഞാൽ അവിടെ ആരും വായി നോക്കി നിൽക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും കാണാൻ സാധ്യമല്ല. പക്ഷേ ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് കിരൺ റിജിജുവും രാഹുൽ ഗാന്ധിയും അവിടെയും ഇവിടെയുമൊക്കെ സമ്മതിച്ച് അത് വാർത്തയാക്കി. രണ്ടുപേരും വാർത്തയാക്കി. അപ്പോൾ എന്താ ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? അനൗദ്യോഗികമായ വിവരങ്ങളാണ് കേട്ടോ. ഇതിന് കൺഫർമേഷനൊന്നുമില്ല. എന്നാലും പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിൽ സംസാരം നടക്കുമല്ലോ പൊളിറ്റീഷ്യൻസ് തമ്മിൽ. അത് പല പത്രക്കാരും ചോർത്തിയെടുക്കും, എന്നിട്ട് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പിയെടുത്ത കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇതിന് വലിയ കൺഫർമേഷനൊന്നുമില്ല, പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കിരൺ റിജിജു രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു, അല്ല ചേട്ടാ, നമുക്കിത് ഏതെങ്കിലും ഒരു കടവിൽ എത്തിക്കണ്ടേ? അല്ല, അത് എത്തിക്കാത്തത് നിങ്ങളല്ലേ, ഞാനാണോ? ഞാനാകെ പറഞ്ഞത് എന്താ, അമിത് ഷാ ഒരു പ്രസ്താവന ചെയ്യണം. കഴിഞ്ഞ 20-ാം തീയതി ജൂലൈ 20-ന് ആ പിള്ളേർ പാർലമെൻറ്റ് മാർച്ച് നടത്തിയപ്പോൾ തുടർന്നുണ്ടായ സംഭവങ്ങൾ, അക്രമങ്ങൾ, അതിക്രമങ്ങൾ, പോലീസിൻ്റെ വെടിവെപ്പ്, പെല്ലറ്റ് ഗൺ, അത് ഇതൊക്കെ വെച്ച് നിങ്ങളവരെ ഒരുപാട് ദ്രോഹിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രസ്താവന ആഭ്യന്തരമന്ത്രി തന്നെ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ പുള്ളിയുടെ രാജിയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രസ്താവന വേണം എന്ന് ആവശ്യപ്പെടുന്നത് കുറ്റമാണ്. അപ്പോൾ കിരൺ റിജിജു പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ചൂടാവാതെ ബഹളമൊക്കെ ഒച്ചയൊക്കെ ഒന്ന് കുറയ്ക്ക്. പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, ഇത് ലോക്സഭയൊന്നുമല്ലല്ലോ, ഇതിങ്ങനെ ഒച്ച വയ്ക്കേണ്ട കാര്യം എന്താ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, സമാധാനമായിട്ട് സംസാരിക്കുക. പ്രിയങ്ക ഗാന്ധി ചോദിച്ചു, ചേട്ടൻ എന്താ വന്ന കാര്യം പറ. അപ്പോൾ കിരൺ റിജിജു പറഞ്ഞു, FCRA ബില്ല് പാസ്സാക്കണം, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കണം, അതിൽ നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധി, സഹകരിച്ചില്ലെങ്കിൽ താനെന്തി? എൻ്റെ പൊന്ന് ദൈവമേ, ഒന്ന് ബഹളം വയ്ക്കാതിരിക്കും, പറയട്ടെ. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ FCRA ബില്ല് പാസ്സാക്കാൻ നിങ്ങളുടെ സഹകരണമൊന്നും വേണ്ട എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് 2 പേർക്കും, ഇരുകൂട്ടർക്കും ചേർന്നിട്ട്, ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് നമുക്കത് പാസ്സാക്കാം. FCRA ബില്ല് അമെൻമെൻറ്റ് ബില്ലാണ്, അത് നാടിനാവശ്യമാണ്. ഇന്ന് അമേരിക്കക്കാരനൊരു സെനറ്റർ, കാലിഫോർണിയയിലെ ഒരു സെനറ്ററോ മറ്റോ വിരട്ടിയിട്ടുണ്ട്. FCRA ബില്ല് ഇന്ത്യ പാസ്സാക്കുകയാണെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകും. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എന്തെങ്കിലും വഷളാവാനുണ്ടോ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം? ഓൾറെഡി വഷളായി കിടക്കുകയാണ്. യുദ്ധവും മിസൈലും വിമാനം ആക്രമണം ഇതൊന്നും ഇല്ലെന്നേ ഉള്ളൂ. സംഭവം പ്രത്യേകിച്ച് ഒരു ചുവട് പോലും മുന്നോട്ട് പോകുന്നില്ല. കാരണം അമേരിക്ക വെച്ച ഒരു കണ്ടീഷനും നമുക്ക് സമ്മതമല്ല. എന്നാൽ പണ്ടാരണങ്ങനായിട്ട് നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് പറ, അത് പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ്, പിന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവരൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ യൂറോപ്പുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഇറക്കുമതിക്ക്, കയറ്റുമതിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ഡീൽ നടത്തി. ബംഗ്ലാദേശ് താമസിയാതെ വല്ലാതെ വിഷമിക്കും. നമ്മൾ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് വേണ്ടെന്ന് വയ്ക്കുക. അവർ എന്താ 50% താരിഫ്, 55, 25. അപ്പോൾ അവരുടെ സുപ്രീം കോടതി ഇടപെട്ടു 18. അപ്പോൾ അവർ വേറൊരു വകുപ്പ് കണ്ടുപിടിച്ചു 18, 5, 23. ഇതെന്ത് പണ്ടാരം? എവിടെയെങ്കിലും ഒരു കടവിൽ അടുപ്പിക്കണ്ടേ ഈ വള്ളം? അപ്പോൾ ഇന്ത്യ പറഞ്ഞു, നിങ്ങളൊരു കടവിൽ അടുപ്പിച്ചിട്ട് പറ ചേട്ടാ,
എന്നിട്ട് നമുക്ക് കരാറാകാം. അല്ലല്ല, കരാർ നമുക്കിങ്ങനെ ഫ്ലോട്ടിംഗ് താരിഫ് വെച്ചിട്ട് ഒപ്പിടാം. ഫ്ലോട്ടിംഗ് താരിഫ് വെച്ചൊന്നും ഒപ്പിടാൻ പറ്റില്ല. ഉറപ്പുള്ള താരിഫ് ഒരു 5 വർഷത്തേക്കെങ്കിലും ഉറപ്പിച്ച് വയ്ക്കണം. അല്ലാതെ ചുമ്മാ തോന്നും പാടും നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളനുസരിച്ച് വില കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മളും അമേരിക്കയും ഉടക്കി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ വിദ്വാൻ അവിടുത്തെ സെനറ്റർ, കാലിഫോർണിയയാണെന്നാണ് എൻ്റെ ഓർമ്മ, അയാൾ എക്സിൽ എഴുതി വെച്ചു, നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാകും, ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു. അതിന് താഴെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം കയറിയിട്ട് അയാളെ ചീത്ത പറഞ്ഞു കുളിപ്പിച്ചു. എന്ന് വെച്ചാൽ തെറിയൊന്നുമല്ല, മലയാളികളായതുകൊണ്ട് തെറി എഴുതുന്നത് കുറവാണ്. മാത്രമല്ല ഇംഗ്ലീഷാണില്ല. ഇംഗ്ലീഷിൽ തെറി പറയാൻ ഇന്ത്യക്കാർക്ക് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ വളരെ ശക്തമായ റിയാക്ഷൻ. നീ ആരുടെ ഞങ്ങളുടെ രാജ്യത്തോട് പറയാനായിട്ട്, നീ എന്ത് ചെയ്യുമെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കയറി അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, നമുക്ക് FCRA അമെൻമെൻറ്റ് പാസ്സാക്കണം. ചേട്ടൻ ഇതിന് യാതൊരു ദോഷവും വരില്ല. ഈ ബിഷപ്പുമാർ പറയുന്ന വാക്ക് കേട്ടിട്ടൊന്നും ചേട്ടൻ തുള്ളണ്ട. അവർക്കൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യമുണ്ട്. എന്നെയും ചേട്ടനെയും, അതായത് BJPയും കോൺഗ്രസിനെയും പാരവയ്ക്കുകയോ നിയന്ത്രണത്തിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ശക്തികളാണിവർ. അവരുടെ ആ ശക്തി ഇല്ലാതാക്കുന്നതാണ് ഈ ബില്ല്. ഇത് ചേട്ടനും അറിയാം, ചേട്ടൻ്റെ അമ്മയ്ക്കും അറിയാം. ചേട്ടൻ്റെ അമ്മ സോണിയാഗാന്ധി, അവർക്കറിഞ്ഞുകൂടാത്ത വിവരമൊന്നുമില്ല. അവരെയാണ് വിദേശ ശക്തികളൊക്കെ മിക്കവാറും ബന്ധപ്പെടാറുള്ളത്. പലരും വഴിക്കായിരിക്കും കേട്ടോ, നമുക്ക് ഉറപ്പില്ല എങ്ങനെ ബന്ധപ്പെടുന്നു. പക്ഷേ അവർക്ക് ഷീ ഹാസ് ദ പൾസ് ഓഫ് ദ നേഷൻ. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ പ്രായമായി പലപ്പോഴും അസുഖമാണ്. അതുകൊണ്ട് അവർ ആക്റ്റീവായിട്ട് ചർച്ചകൾക്കോ ഒന്നും രംഗത്തൊന്നും വരാറില്ല. രാഹുൽ ഗാന്ധിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പോരായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറയുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പോൾ കിരൺ റിജിജു പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ എന്ത് ചെയ്യണം, എന്താ നിങ്ങളുടെ ആവശ്യം? രാഹുൽ ഗാന്ധി പിന്നെയും പറഞ്ഞു, എനിക്ക് അങ്ങേരുടെ പ്രസ്താവന വേണം. അതാണ് അങ്ങേരിപ്പോൾ പ്രസ്താവിക്കുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അലമ്പായി ചെളിയായിട്ട് സുപ്രീം കോടതി കിടക്കുകയാണ്. കാകനും കഴുകനും ഒക്കെ കൊത്തി വലിക്കുകയാണ് അവിടെ. 3 പേരുടെ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഇത് നോക്കുന്നത്, ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പറ്റുള്ളൂ. ആഭ്യന്തരമന്ത്രി സഭയിൽ ഒരു പ്രസ്താവന നടത്തുന്നു, അതിന് വിരുദ്ധമായ ഒരു കാര്യം സുപ്രീം കോടതി പറയുന്നു, വാക്കാൽ പറഞ്ഞാൽ മതി, അതൊരു പ്രശ്നമല്ലേ? ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി പോവും, വേറൊന്ന് സുപ്രീം കോടതിയുടെ ക്രെഡിബിലിറ്റി പോവും. നാട്ടുകാരെല്ലാം ചോദിക്കും, ഇത് ആഭ്യന്തരമന്ത്രി പറയുന്നതാണോ ശരി, സുപ്രീം കോടതി പറയുന്നതാണോ ശരി? ഇൻ പ്രിൻസിപ്പിൾ കോടതിയിലിരിക്കുന്ന കേസിൽ ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ബട്ട് കോടതിയിൽ നടക്കുന്ന കേസിനെ പറ്റി ഒരഭിപ്രായവും പറഞ്ഞുകൂടാ എന്നൊന്നുമില്ല കേട്ടോ. അതിൽ തീരുമാനമെടുക്കരുതെന്ന്. ഇപ്പം തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഒരു പ്രസ്താവന ചെയ്യുന്നത് അനുചിതമല്ലേ? അല്ല, അങ്ങേര് ഇതുവരെ ലോക്സഭയിൽ വന്നില്ല, വരാത്തത് നിങ്ങളുടെയൊക്കെ ബഹളം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങേർക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ടോ? ഉള്ള കാര്യം പറയാമല്ലോ. ഈ പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഒരു സ്പെയർ പാർട്സ് വേണം ഒരു വണ്ടിയുടെ. ഒരുത്തനെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് മാനേജരോട് പറഞ്ഞു, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുക, മാനേജരോട് പറഞ്ഞു, സാർ 100 രൂപയുടെ സാധനമാണ്, 150 രൂപ പറയുന്നു ഇയാൾ. അപ്പോൾ ഇയാളുടെ മറുപടിയാണ്, നീ വാങ്ങടാ, നമ്മ എന്നെ ദുഡാ കൊടുക്കപ്പുറം, നീ വാങ്ങിച്ചുകൊണ്ട് വാ, കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയില്ലല്ലോ കാശ്. ഇതാണ് പുള്ളി പറയുന്നത്. ഇതുപോലെ ഈ പറഞ്ഞ സംഗതി നിങ്ങളാരും ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ നടത്തിയെടുക്കും, നിങ്ങളും കൂടെ സഹകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നിർത്തി. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അല്ല എന്താണ്, എനിക്കും ഇതിനകത്തൊരു ഫേസ് സേവിങ് വേണ്ടേ, മുഖം രക്ഷിക്കണ്ടേ, ഞാൻ വെച്ച കാലം പുറകോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, അതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഇങ്ങേരോട്ട് പ്രസ്താവന നടത്തുകയുമില്ല, ലോക്സഭയിലും വരില്ല. ഡീലിമിറ്റേഷൻ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയും വേണം, അതൊരു കീഴടങ്ങലാകുമല്ലോ. അപ്പോൾ കിരൺ റിജിജു പറഞ്ഞു, അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ചേട്ടനൊരു കാര്യം ചെയ്യും, ഡീലിമിറ്റേഷൻ ബില്ലിനെ ഞങ്ങൾ പിന്താങ്ങും എന്ന് ലോക്സഭയിൽ പറയുകയും, പക്ഷേ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ
ആ കോട്ട അതുപോലെ നിർത്തിയാൽ മാത്രമേ ഞാൻ പിന്തുണയ്ക്കുകയുള്ളൂ. ഞങ്ങൾ ആദ്യമൊക്കെ പറയും ഇതിനകത്ത് കോട്ടയൊന്നും പറ്റില്ല, എത്ര സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നോ അത്രയും തന്നെ. പറ്റില്ല, അവരുടെ 50% കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് ചേട്ടനൊരു ബഹളമൊക്കെ വയ്ക്കണം. ഒടുവിൽ ഞങ്ങളതിന് സമ്മതിക്കും. അപ്പോൾ ചേട്ടൻ ജയിച്ചു എന്നായി. ചേട്ടൻ ഷെഡ്യൂൾ ട്രൈബിൻ്റെ മിശിഹ ആണെന്നായി. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അതെങ്ങനെ സാധിക്കും, ആ നമ്പർ ഓൾറെഡി നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് റേസ് ചെയ്യാനിരിക്കുക. അത് ശരി, അപ്പോൾ ചേട്ടൻ അഖിലേഷ് യാദവിനോട് സംസാരിച്ചല്ലേ. എന്തെല്ലാം കളികളാണെന്ന് നോക്കണം. കാരണം അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, മൂപ്പരെ ഞാനിത് സമ്മതിക്കാൻ പോവുക, കാരണം ഈ സീറ്റ് 1.5 ഇരട്ടി ആകുകയല്ലേ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? 40 സീറ്റുള്ളിടത്ത് 60 സീറ്റാകും. കേരളത്തിൽ 20 സീറ്റുള്ളത് 30 സീറ്റാകും. അപ്പോൾ 30 പൊളിറ്റീഷ്യൻസിന് മത്സരിക്കരുതോ? NDA ഇന്ന് 30 പേർക്ക് മത്സരിക്കാം, LDF ഇന്ന് 30 പേർക്ക്, UDF ഇന്ന് 30 പേർക്ക്. ഇപ്പോൾ 20 പേർക്കല്ലേ സീറ്റ്, മറ്റേത് 30 കിട്ടുമല്ലോ. അതിൻ്റെ കൂടെ വനിതാസം വരണം. അപ്പോൾ TG മോഹൻദാസിനൊരു സീറ്റ്, TG മോഹൻദാസിൻ്റെ മകനൊരു സീറ്റ്, TG മോഹൻദാസിൻ്റെ ഭാര്യയ്ക്കൊരു സീറ്റ്. സംഗതി ജോറായില്ലേ? ഇത് ഈ രാഷ്ട്രീയക്കാർ വെറുതെ വിടുക. രാഷ്ട്രീയ പാർട്ടി ഏത് വാങ്ങിക്കോട്ടെ, എല്ലാവർക്കും സന്തോഷമാകും. പുന്നെല്ല് കണ്ട എലിയെപ്പോലെ ചിരിച്ചിരിക്കുകയാണ് എല്ലാവരും. ഈ ഡീലിമിറ്റേഷൻ വന്ന് നമ്പർ ഓഫ് സീറ്റ്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേർക്ക് രാഷ്ട്രീയമായ അവസരങ്ങൾ കിട്ടുക എന്നാണ് അർത്ഥം. എന്തിനത് കളഞ്ഞു കുളിക്കണം, എന്ത് കാര്യത്തിന്? പിന്നെ നോർത്ത് സൗത്ത് എന്ന് പെർസെൻറ്റേജ് സെയിമായിട്ട് നിൽക്കുമല്ലോ. അവിടെ 50% കൂടി, ഇവിടെ 50% കൂടി. അപ്പോൾ ഫലത്തിൽ നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങൾ, BJP ജയിച്ച സംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കി, ഫൈനലി റേഷ്യോ വിൽ ബി സെയിം. ഇവർ ജയിച്ചിടത്തെല്ലാം ഇവർ ജയിക്കും, അവർ ജയിച്ചിടത്തെല്ലാം അവർ ജയിക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവേ ഇതിന് അനുകൂലമാണ്, ഡീലിമിറ്റേഷന് അനുകൂലമാണ്. കോൺഗ്രസിൻ്റെ ഈഗോ പ്രശ്നം മാത്രമാണ് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈഗോ പ്രശ്നം. കോൺഗ്രസ്സുകാർക്ക് പോലും ഇതിൽ സന്തോഷമേ ഉള്ളൂ ഡീലിമിറ്റേഷൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. രാഹുൽ ഗാന്ധിക്ക് ഇത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്, കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് പ്രഷറും ഉണ്ട്. പക്ഷേ മുഖം രക്ഷിക്കാൻ ഒരു ഫോർമുല വേണം. അപ്പോൾ ആ ഫോർമുലയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതിനിടയ്ക്ക് കോൺഗ്രസ് മന്ത്രിമാർ പറയുന്നത് BJPക്ക് 3/2 ഭൂരിപക്ഷം ഞങ്ങളില്ലാതെ തന്നെ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. എല്ലാവരും അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ കാരണം. DMK ആണ് അവസാനം കൂടാനിരുന്നത്. DMKയും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ചെന്നൈയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി, ഡീലിമിറ്റേഷനെ അംഗീകരിക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞു. ആ മെസ്സേജ് DMKയ്ക്കുള്ള മെസ്സേജാണ്. പുള്ളി ഇപ്പോൾ DMKയുടെ കൂടെ ഇല്ലല്ലോ, DMK വേറെ ഇരിക്കുകയാണ്, പുള്ളി വിജയുടെ കൂടെയാണ്. വിജയ്ക്കാണെങ്കിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗങ്ങളുമില്ല. അപ്പോൾ രാജ്യദ്രോഹി എന്നിങ്ങനെ വിളിക്കുന്നത് ആരെയാണ്? DMK ആണ്. അല്ലാതെ പിന്നെ വേറെ ആരും അവിടെ ഇല്ലല്ലോ. ADMK ഉണ്ട്, അവർ നേരത്തെ തന്നെ ഇവർക്ക് കൂട്ടാണ്, NDAയ്ക്ക് കൂട്ടാണ്. അപ്പോൾ ഈ കുത്തിയിരിക്കുന്നത് DMKയ്ക്കാണ്. കുത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് DMK ഡീലിമിറ്റേഷനെ അനുകൂലിക്കുന്ന കക്ഷിയാണ് എന്ന് ലക്ഷണം കൊണ്ട് നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും BJPക്ക് ലോക്സഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ട്. ശരത് പവാറിൻ്റെ ഗ്രൂപ്പ് സമ്മതിച്ചിട്ടുണ്ട്. UBT മറ്റേ ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ 2 പേരോ മറ്റോ ഇടഞ്ഞു നിൽപ്പുണ്ട്. ബാക്കി അയാളുടെ ശിവസേന പിന്നെയും പിളർന്നു. ഇപ്പോൾ എത്ര കഷ്ണമായ ശിവസേനയെന്ന് ദൈവത്തിനേ അറിയാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഡീലിമിറ്റേഷനെ അനുകൂലിക്കുന്നു, എക്സെപ്റ്റ് കോൺഗ്രസ്. കോൺഗ്രസും കൂടെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഗ്രേസ്ഫുള്ളായിട്ട് ഇത് പാസ്സാക്കാം. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, തനിക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, പിന്നെ താൻ എന്തിനാണോ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്? അപ്പോൾ റിജിജു പറഞ്ഞു, എനിക്ക് ഭൂരിപക്ഷമുണ്ട്, ഞാൻ പാസ്സാക്കും. കാര്യം എന്തോ, ഇത് ഒരു കാര്യം, ചേട്ടൻ ഇത് സമ്മതിച്ചില്ലെങ്കിലും ഞങ്ങളിത് പാസ്സാക്കിയെടുക്കും. പക്ഷേ ചരിത്രത്തിൽ
ഈ കൂടുതൽ സാമാജികന്മാരെ ലോക്സഭയിലെത്തിക്കാൻ തടസ്സം നിന്നത് കോൺഗ്രസ്സാണ് എന്ന് രേഖപ്പെടുത്തപ്പെടും. ഇതൊന്നും ശരിയാവില്ല. 5 വർഷം കഴിയുമ്പോൾ ആളുകൾ ഈ വഴക്കും ബഹളമൊക്കെ മറക്കും. ചരിത്രം നോക്കിക്കഴിയുമ്പോൾ കോൺഗ്രസ്സാണ് ഇതിന് പാരവയ്ക്കാൻ ശ്രമിച്ചത്, എന്നിട്ടും ഈ ബില്ല് പാസ്സായി എന്നായിരിക്കും ചരിത്രത്തിൽ വരുന്നത്. അങ്ങനെ വേണോ വേണ്ടയോ എന്ന് ചേട്ടൻ ആലോചിച്ചാൽ മതി. വരുന്നെങ്കിൽ കൂടെ വാ, വന്നില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടാക്കാതെ മുന്നോട്ട് പോകും. ഈ മെസ്സേജ് കൊടുത്തിട്ട് കിരൺ റിജിജു സന്തോഷമായിട്ടാണ് പിരിഞ്ഞു കേട്ടോ, ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ പന്ത് രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴും മറ്റേ ഹാങ് ഓവറിൽ നിൽക്കുക. ജന്തർ മന്ദറിൽ പോലീസുകാർ തല്ലി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് പുള്ളി പ്രദർശിപ്പിച്ചു. ഇവരെയൊക്കെയാണ് പോലീസുകാർ ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞു. ആ പിള്ളേരുടെ ജാതകം മുഴുവൻ സോഷ്യൽ മീഡിയ തോണ്ടി പുറത്തിട്ടു. ഇവൾ ഇന്ന നക്സലൈറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ളതാണ്, ഇതാണ് ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പെയ്ഡ് അക്കൗണ്ടുണ്ട്. യു വാണ്ട് ടു നോ മോർ പ്ലീസ് ക്ലിക്ക് ഹിയർ. കാശും കൊടുത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കക്ഷിയെപ്പറ്റി കൂടുതൽ അറിയാം. എനിക്കിതറിയാമല്ല കേട്ടോ. ഏതായാലും എന്തൊക്കെയോ ഫോട്ടോയോ സംഗതിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ആകെ കൂടെ ഈ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി ഇവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ആൾക്കാരപ്പം തന്നെ അന്വേഷിക്കുമല്ലോ, ഇത് മീനുമാണ് നീതുവാണെന്നൊക്കെ പറഞ്ഞ് പേരും പറഞ്ഞു. അത് വെച്ച് അപ്പം തന്നെ അന്വേഷിച്ചിട്ട് ഈ പിള്ളേരുടെ കള്ളത്തരം പൊളിച്ച് കയ്യിൽ കൊടുത്തു. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ വേണ്ടാത്ത നാടകങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ്. കോൺഗ്രസിൻ്റെ ഒരു ദുര്യോഗം എന്നല്ലാതെ എന്ത് പറയാൻ. ഏതായാലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് 16, 17, 18 ലോക്സഭയുടെ സ്പെഷ്യൽ സെഷൻ നടക്കും. 16 ഞായറാഴ്ചയാണ്, 15 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അപ്പോൾ MP-മാർ പുറത്തു പോകില്ല, എല്ലാവരും ഡൽഹിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ പിന്നെ 16-ാം തീയതി തന്നെ 16, 17, 18 3 ദിവസം ആ ബില്ലിൻ്റെ ചർച്ച വിശദമായിട്ട് വിമൻസ് റിസർവേഷൻ, FCRA, ഡീലിമിറ്റേഷൻ, ഇതെല്ലാം കൂടെ നമുക്ക് 3 ദിവസം കൊണ്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വിളിക്കാവുന്ന തെറി മുഴുവൻ വിളിച്ചോ, മുദ്രാവാക്യം എല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് കാണാപ്പാഠം പഠിച്ചിട്ട് വാ. ബാനറുമായിട്ട് ലോക്സഭയിൽ വരരുത്, വന്നാൽ സ്പീക്കർ പിടിച്ച് പുറത്താക്കും. ഇങ്ങനെയൊക്കെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതുവരെ 16, 17, 18 ലോക്സഭ എക്സ്റ്റെൻഡ് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ സമ്മേളനമാണെന്നോ ഒന്നും നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നേരത്ത് ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയെന്നും വരും. കാരണം അത്ര ശക്തമായ റൂമറാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി, ഈ സ്പെഷ്യൽ ലോക്സഭ രാജ്യസഭ ചേരുന്നതിനെ പറ്റി ഉള്ള അഭ്യൂഹം അതാണ്. 13-ാം തീയതിയാണ് ഈ സഭ അവസാനിക്കുന്നത്. അപ്പോൾ പ്രസിഡൻറ്റ് ഒരു 3 ദിവസം സ്പെഷ്യൽ സഭ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അത് ഏത് നിമിഷവും ഇറങ്ങും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിറങ്ങട്ടെ, ബില്ലുകളൊക്കെ ചർച്ച ചെയ്യട്ടെ, പാസ്സാക്കട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നത്. താങ്ക് യു.